ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് മെയ് 1 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. ഇന്നൊരു ദിവസം നമ്മൾ അപ്പന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പൻ്റെ സ്നേഹം എത്രമാത്രം ആഴമായിട്ടാണ് യൗസേപ്പിതാവ് ഈശോയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ ആ തച്ചൻ്റെ മകൻ എന്നാണ് പറയുന്നത്. യേശു അറിയപ്പെട്ടത് അവൻ്റെ അപ്പനിലൂടെയാണ്. നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് നമ്മുടെ അപ്പനിലൂടെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അപ്പന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞു പ്രായത്തിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ അപ്പൻ്റെ ചെറുവിരൽ പിടിച്ച് നടക്കുന്ന മകൻ്റെ സുരക്ഷിതത്വം എത്രമാത്രം വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സുരക്ഷിതത്വം മറ്റാർക്കും നൽകാനും പറ്റില്ല. പക്ഷേ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചെറുവിരലിൽ നിന്ന് നമുക്കൊരു പക്വത ഉണ്ടാകുമ്പോൾ ആ കരങ്ങളിൽ പിടിക്കുവാനുള്ള ഒരു ശക്തിയും ബലവും നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു പക്വത വരുമ്പം അപ്പനെന്ന് പറയുമ്പം കുറച്ച് സ്ഥാനങ്ങൾ നൽകി മാറ്റിവെക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറും പലപ്പോഴും. അപ്പൻ്റെ ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ലാളനയും അല്ലെങ്കിൽ ആ ഒരു കരുതലൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. അപ്പനെന്ന് പറഞ്ഞാൽ അന്നന്ന് വേണ്ട അന്നം നൽകുന്നവൻ കൂടിയാണല്ലോ. ഈശോ ഈ അപ്പൻ്റെ റോള് പലപ്പോഴും എടുത്തിട്ടുണ്ട്. യേശുവിനെ തേടിയെത്തുന്ന ജനസമൂഹത്തിന് ഭക്ഷണമില്ലാതെ വരുമ്പോൾ ഈശോ ഒരു അപ്പൻ്റെ റോളാണ് എടുക്കുന്നത്. ഭവനത്തിൽ മക്കൾക്ക് അപ്പം നൽകുന്നത് പോലെ ഈശോ അവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്നു. എങ്കിലും അവിടെ ഒരു അപ്പൻ്റെ റോൾ എടുത്തുകൊണ്ട് എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഈശോ. സ്നേഹമുള്ളവരെ, യൗസേപ്പിതാവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഇന്ന് നമ്മുടെ അപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് അവർ. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളിൽ നിന്ന്. എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിന്ന് വളരുന്ന മകളായിരിക്കണം. അതല്ലാതെ അതിന് വിപരീതമായിട്ട് പോകലെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാ അപ്പന്മാരും. കാരണം ഞാനിങ്ങനെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം മക്കൾക്കുണ്ടാവണം എന്ന് മാത്രമേ ഓരോ അപ്പനും പ്രതീക്ഷിക്കുന്നുള്ളൂ. സ്നേഹമുള്ളവരെ, യൗസേപ്പിതാവ് നിഷ്കളങ്കനാണ്, വിനീത ഹൃദയനാണ്, വളരെ സൈലൻ്റാണ്. പക്ഷേ നൽകേണ്ട എല്ലാ സംരക്ഷണവും, എല്ലാ സഹായ സഹകരണങ്ങളും, എല്ലാ സ്നേഹവും ഈ അപ്പൻ പരിശുദ്ധ കന്യകാമറിയത്തിനും ഈശോയ്ക്കും നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോയ്ക്കും ആ ചില ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയെ തേടിയെത്തുന്നവർക്ക് ആർക്കും ഈശോ സന്തോഷം നൽകാതെ തിരിച്ചുവിടുന്നില്ല. മനസ്സിന് തൃപ്തി വരുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്തിട്ടാണ് അവരെ തിരിച്ചുവിടുന്നത്. അത് ഭക്ഷണമായാലും അനുഗ്രഹമായാലും കൃപയായാലും സൗഖ്യമായാലും എന്തു തന്നെ ആയാലും. ഈ അപ്പൻ്റെ സ്വഭാവം മകനുണ്ടാകുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഈ അപ്പൻ്റെ ഈ സ്വഭാവം നമുക്കുണ്ടാവണം. അതായത് നമ്മളെ തേടിയെത്തുന്നവർക്ക്, നമ്മളെ ആശ്രയിക്കുന്നവർക്ക്, നമ്മോട് സഹായം ചോദിക്കുന്നവർക്ക് ഒരു അപ്പൻ്റെ റോള് നമ്മളെടുത്തുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നത് പോലെ, മക്കൾക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുന്നത് പോലെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കണം. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് പറയുന്നത് പോലെ വളരെ അഭിമാനത്തോടു കൂടെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം, ഞാൻ അയാളുടെ മകനാണ് എന്നുള്ളത്. അങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. മനസ്സിൽ ആ പേരൊന്ന് ചൊല്ലാം, മുഖമൊന്ന് ഓർക്കാം, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാം. നമ്മുടെ കുഞ്ഞു പ്രായത്തിലുള്ള ഓർമ്മകൾ നമുക്കറിയാമല്ലോ. നമ്മുടെ മെഡിക്കൽ സയൻസിൽ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പം അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതായിരിക്കും, കളർ ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഓരോ തവണ അവൻ കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ കളറ് മങ്ങലൊക്കെ മാറി നിറമായി മാറുന്നത് പോലെ അപ്പനെന്ന് പറയുന്ന ആ ഒരു മുഖം ഇപ്പം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതൊന്ന് കളറാക്കി എടുക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്നത്തെ സമൂഹത്തിൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നൊരു തലമുറയാണ്. അവർക്കൊക്കെ ഇന്നത്തെ ദിവസം അപ്പനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസമായി മാറട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ യൗസേപ്പിതാവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാം. ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടൊരു ദിവസം നൽകിയതിന് ദൈവത്തോട് നന്ദി പറയാം. ഒപ്പം നമ്മുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളേക്കൊന്ന് സമർപ്പിക്കാം. ഒപ്പം ആദ്യം ഈ അപ്പൻ്റെ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്ന് ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും അപ്പൻ്റെ ഓർമ്മയിൽ ആയിരിക്കുവാനുള്ള കൃപാവരത്തിനായി ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.